അപ്പോൾ സഫാരിയും ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ബീച്ചിലത്തെ അവസ്ഥ. കടലിൽ വല്ലാതെ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് കടൽ കയറി വന്നതാണിത്. എന്താ കലിതുള്ളിയ കടലാണ്. ഈ മഴക്കാലമായിട്ട് ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. നല്ല പത കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അവിടെ നിന്ന് അടിച്ച് വരുന്നു നോക്ക്. ഇപ്പോൾ സഫാരിനായിട്ട് പോകുമെന്ന് പേടിയാണ്. ഞാൻ ഓടുകയാണ്. രക്ഷപ്പെട്ടു. അല്ലാതെ സേഫ് അല്ല ഇവിടെ നിൽക്കുന്നത്. ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ അതിൽ കടലിൽ ഒരുപാട് തോണികളുണ്ട് കേട്ടോ, ബോട്ടുകൾ. എല്ലാം സൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കാണൂ. കുറേ ദൂരത്താണ്. ഉണ്ടോ, മാക്സിമം സൂമിലാണ് ആ കാണുന്നത്. ആ ബ്ലാക്ക് നിറത്തിൽ കാണുന്നത് എല്ലാം ബോട്ടുകളാണ്. മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളാണ്. അത് മഞ്ചേശ്വരം ഹാർബർ എന്ന് ആ ഭാഗത്ത് നിന്ന് പുറപ്പെട്ടതാകാനാണ് സാധ്യത. എന്തായാലേ കടലിൻ്റെ ഒരു മനോഹാരിത ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് നല്ല ആസ്വാദനമാണ്. മാത്രമല്ല പടച്ചവൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. ഞാനതെപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എത്രമാത്രം വെള്ളമായിരിക്കും, എത്രമാത്രം ജീവിജാലങ്ങളാണ്. കരയിലുള്ള ജീവിജാലങ്ങളുടെ 80% അധികം കടലിലാണ്. ഒരാളതിൽ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് കുറേ ദൂരം. കാലി തുള്ളിയ കടൽ കാണുമ്പോൾ കടലിലേക്ക് പോകാൻ നമുക്ക് തോന്നും. കടലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ തിര വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഓടാനും തോന്നും. അങ്ങനെയുള്ള പ്രത്യേകമായൊരവസ്ഥയാണ് കേട്ടോ. ആർത്തിരമ്പി വരുന്ന തിരമാലകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തിരമാലൻ്റെ കഴിയുമ്പോഴേക്ക് അടുത്തത് അടിച്ചു. ഓ കയറി നോക്ക്, ലാസ്റ്റ് വരെ, ഇതിൻ്റെ തീരത്തിൻ്റെ ലാസ്റ്റ് വരെ കയറി. പിന്നെ അപ്പുറത്തൊക്കെ ചെടികളാണ്. ആ ചെടികളുടെ അരികിലേക്ക് ഇറക്കി വെള്ളം ഇറങ്ങിയില്ല, മെല്ലെ മെല്ലെ ഇറങ്ങി പോകുന്നു. എൻ്റെ വണ്ടി വെച്ചുള്ള കുറച്ചൊരു 200 മീറ്റർ കൂടി അപ്പുറത്താണ്. അങ്ങോട്ട് എത്തൂല എന്ന് വിചാരിക്കുന്നു. സഫാരി അങ്ങനെ കുറേ അപ്പുറത്ത് മാറി നിൽക്കുകയാണ് കേട്ടോ, കുറച്ച് സേഫായിട്ട് നിൽക്കാൻ വേണ്ടി. പക്ഷേ ഏകദേശം ഒരു 300 മീറ്റർ അപ്പുറത്താണ് മാറി നിൽക്കുന്നത്. പക്ഷെ ആ ഭാഗത്തേക്ക് പോലും വെള്ളം തിരമാല ഇരമ്പി വരുന്നുണ്ട്. ഇരമ്പി വന്നുണ്ട്. വെള്ളം ഒലിച്ചു പോയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിലേക്ക് ഇറങ്ങുന്നില്ല, അവിടെ വെച്ച് വറ്റി പോകുന്നുണ്ടാണ്. മെല്ലെ വറ്റി പോയിരിക്കുന്ന കാണാണ്ട. കാണാം ഒന്നുകൂടി ഞാൻ സൂം ചെയ്ത് തരാം. അപ്പം പക്ഷേ അത് വെറ്റയക്കുന്നില്ല, അടുത്ത വെള്ളം വന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വെള്ളം അങ്ങനെ ഇത് വെറ്റിയാണ് പോകുമ്പോഴേക്ക് അടുത്ത തിരമാല വന്ന് അതിൻ്റെ വെള്ളമാവുക അവിടെ. പിന്നെ അതിന് വെറ്റാൻ സമയമില്ല, ഒരുപാട് വെറ്റി പോകുന്നുണ്ട്. അല്ല അവിടെയൊക്കെ വെറ്റി നിലത്തേക്ക് ഇറങ്ങി പോവുകയാണ്.
വന്നു ഇല്ലേ? സഫാരി ഇരിക്കുന്നതിൻ്റെ 100 മീറ്റർ അപ്പുറത്തേക്ക് വന്നു. ഇനി ഒരു 50 മീറ്ററും കൂടി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തും. ഞാനാണെങ്കിൽ കടലിൽ ഏകദേശം 300-350 മീറ്റർ വിട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആർത്തടിച്ച് വരികയാണ്. ദൂരത്ത് രൂപപ്പെടുന്ന തിരമാലകളുണ്ട്. എത്ര ഹൈറ്റിലാണെന്നറിയോ? ഈ ഭാഗത്തൊക്കെ തിരയിൽ മനുഷ്യനിട്ടാൽ ചിലപ്പോൾ കാണൂല. ഇടിച്ച് കയറും. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സഫാരി വീഡിയോയുടെ ആദ്യത്തിൽ കാണിച്ച ആ ബോട്ടുള്ള ഹാർബറിൻ്റെ അങ്ങോട്ടേക്ക് ഇരിക്കുകയാണ്. നമുക്ക് കാണാം, തൊട്ടടുത്താണ് ആ ബോട്ടുള്ളത്. നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ചില ബോട്ടുകൾ, കാണാം നമുക്ക്. അവരവരുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കുകയാണ്. കണ്ടോ? ഇന്ത്യയുടെ പതാക ഉണ്ടല്ലോ. അവിടെ പാൽപ്പത പോലെ നിറഞ്ഞു പൊന്നുന്ന സഫാരിയുടെ വണ്ടി. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ നോക്കാം. ഈ റോഡ്, ഈ കലി തുള്ളി വന്നുകൊണ്ട് റോഡ് കടലെടുത്ത കാര്യമാണ് ഇവിടെ കാണാൻ പോകുന്നത്. നമുക്ക് റോഡ് ഇങ്ങോട്ട് പകുതി കടലാണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കിവിടെ ഇപ്പം നടക്കാൻ തന്നെ പേടിയാണ്. നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ അതവിടെ പൊട്ടിച്ചാൽ അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അല്ലേ, ഇവിടെയൊക്കെ നോക്കുക, ആ റോഡ് ഉണ്ടാക്കിയ മണ്ണടക്കം കടലെടുത്തു. ആ മണ്ണ് അടക്കം ഒലിച്ചുകൊണ്ട് കടൽ. കടലിൻ്റെ ശക്തി. ഈ ഭാഗത്തൊന്നും ആരും വീട് വെക്കാൻ പാടില്ല. ശരിക്കും വീടിന് അനുമതി പോലും കൊടുക്കാൻ പാടില്ല. റോഡിൻ്റെ സെൻട്രാണ്ട് പൊളിഞ്ഞ് പകുതി പൊളിഞ്ഞു പോയിരിക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമല്ല. ഇതിൻ്റെ ഈ സൈഡാണ് പൊളിഞ്ഞു പോകുന്നത്. അങ്ങനെ നേരെ പോയി. പ്രകൃതിക്ഷോഭം, ഇതിനൊക്കെ മുൻകരുതലുകൾ എന്തായാലും നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഭാഗത്തിലൂടെയുള്ള ഗതാഗതം അവസാനിപ്പിക്കണം. അതുപോലെ അടുത്തുള്ള വീടുകളുണ്ട്, അവരൊക്കെ താമസക്കാരുണ്ട്. ആ താമസക്കാരൊക്കെ ഇപ്പം തന്നെ പുനരധിവസിപ്പിക്കുന്നത് അത്യാവശ്യമാണ്. ഇതൊക്കെ അവരുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് സഫാരി ഈ വീഡിയോ ചെയ്യുന്നത്. റോഡ് രണ്ടായി പിളർന്നിക്കാണ്. നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വരെ ഒരു റോഡിനെ നേരെ രണ്ടാക്കിയിട്ടുണ്ട് കടൽ. അപ്പോൾ ഞാൻ ഈ പകുതി റോഡിലൂടെയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചു വന്നത്. ഇതിലൂടെ പോകാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ.